ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ റിവിഷൻ സീരീസിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ NTPC സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് NTPCയുടെ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവും. NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ്, അതായത് RRBയുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൻ്റെയും മുന്നത്തെ വർഷങ്ങളിൽ കഴിഞ്ഞ എക്സാംസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ്, ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 45 ഡേയ്സ് റിവിഷൻ സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒട്ടും പഠിച്ചിട്ടില്ല എന്നുള്ള ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. All the numbers given are single digit numbers only. എല്ലാം single digit numbers ആണ്. ഓക്കെ, what is the sum of the first digit from the left? ലെഫ്റ്റിൽ നിന്നും ആദ്യത്തെ ഡിജിറ്റ് അത് ഏതാണ്? 2 ആണ് അല്ലേ. And the 15th digit from the right. റൈറ്റിൽ നിന്നും 15th. അപ്പോൾ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ. +1 എന്ന് പറയുമ്പോൾ സം എന്താ വരുന്നത്? 3 ആണ് വരുന്നത്. ഓപ്ഷനിൽ 3 ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇത്തവണത്തെ RRB ടെക്നീഷ്യന് ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇനി വരുന്ന എക്സാംസിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത് NTPCയുടെ സ്റ്റഡി പ്ലാൻ എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഡി ആണെങ്കിലും ബാക്കിയുള്ള എക്സാംസിനൊക്കെ ആണെങ്കിലും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും റീസണിങ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാമിനും ഈ ഒരു പാറ്റേൺ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും 10th ഡിജിറ്റ് ആണ്. അപ്പോൾ 5 5 9 ആണ് ലെഫ്റ്റിൽ നിന്നും 10ാമത്തെ ഡിജിറ്റ്. റൈറ്റിൽ നിന്നും 4th ഡിജിറ്റ് 0 ആണ്. 9 + 0 9 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തവണ TCSI എക്സാം പാറ്റേൺ മൊത്തത്തിൽ ഒരു ചെറിയൊരു ഓൾട്ടറേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ഇത്തവണത്തെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുൻവർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക ഇപ്പൊ കഴിഞ്ഞ RRB എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇതും ഇപ്പൊ വന്ന പുതിയ പാറ്റേൺ ആയിരുന്നു അല്ലെ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. x=88, x 88 ആവുകയാണെങ്കിൽ 12 എന്താവുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം 8 88 ആവുന്നത് 8 × 11 ആണ് 88. 152. അപ്പൊ 12 × 11 എന്താ വരുന്നത്? 12 × 11 132 ആണ് അല്ലെ. x=8 ഉം y=132. നമുക്ക് എന്തുണ്ട്? ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ ആൻസർ അതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ഇത്തവണ വന്ന പുതിയ പാറ്റേൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കുറേ വട്ടം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി മുന്നത്തെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അടുത്തത് JKLMN, സിമ്പിൾ ആണ് അല്ലെ. LMNOP OPQRS, ആൻസർ NPS ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ എന്താ പഠിക്കാൻ, എന്തായാലും ആൻസർ കിട്ടുന്നു. എന്തായാലും ആൻസർ കിട്ടുന്നതിലല്ല കാര്യം, ക്വസ്റ്റ്യൻസ് എത്രത്തോളം സിമ്പിൾ ആവുന്നു അത്രത്തോളം നമ്മുടെ കട്ട് ഓഫ് കൂടും. കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ സിംഗിൾ മാർക്കും നമുക്ക് എന്താണ്, വാല്യൂബിൾ ആണ്. സിംഗിൾ മാർക്ക് വാല്യൂബിൾ ആവുക എന്നതിനപ്പുറത്തേക്ക് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മാക്സിമം നെഗറ്റീവ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എളുപ്പമാവുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും. ഓക്കെ,
സം കുഷൻസ് ആർ ബെൽസ്. ചില കുഷൻസ് എന്താണെന്നാ പറയുന്നത്? ബെല്ലാണെന്ന് പറയുന്നുണ്ട്. എല്ലാ കുഷൻസും എന്താണെന്ന് പറയുന്നുണ്ട്? മെഷീൻ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഓൾ മെഷീൻസ് ആർ കുഷ്യൻസ്. അല്ല അല്ലെ, എല്ലാ മെഷീൻസും കുഷ്യൻസ് ഒന്നും അല്ല. സം ബെൽസ് ആർ മെഷീൻസ്. അത് മേ ബി ഫോളോ ചെയ്യാം. അപ്പൊ എന്താണ്? ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, ഇൻ എ റോ ഓഫ് പേഴ്സൺസ് ഫേസിംഗ് നോർത്ത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നോർത്തിലേക്ക് ഫേസ് ചെയ്യുക, ലൈൻ വരയ്ക്കുക. ശ്രേയ ഈസ് 11th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റിൽ നിന്ന് 11ാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? ശ്രേയ ഇരിക്കുന്നത്. ഓക്കെ. രവി ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. 12ാമതായിട്ട് ആരായിരിക്കുന്നത്? രവിയാണ് ഇരിക്കുന്നത്. രവി ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ശ്രേയ ആൻഡ് രാഹുൽ. രാഹുലിന്റെയും ശ്രേയയുടെയും മിഡിലായിട്ടാണ് ആരിയ്ക്കുന്നത്? രവി ഇരിക്കുന്നത്. ഇഫ് രാഹുൽ ഈസ് 15th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. റൈറ്റിൽ നിന്നും 15ാമതായിട്ടാണ് രാഹുൽ ഇരിക്കണത് എന്ന് വിചാരിക്കുക. then how many persons are there in the row? അപ്പൊ ടോട്ടൽ റോയിൽ എത്ര ആൾക്കാരുണ്ട്? ലെഫ്റ്റിൽ നിന്നും ശ്രേയ വരെ എത്ര ആൾക്കാരുണ്ട്? 11 പേരുണ്ട് അല്ലെ? രവി വരെ എത്ര പേരാണ്? 12 പേര്. രവി വരെ 12 പേരാണ് ലെഫ്റ്റിലുള്ളത്. രാഹുൽ വരെ റൈറ്റിൽ എത്ര പേരുണ്ട്? 15 പേര്. 5 + 2 7, 27. ടോട്ടൽ 27 പേരാണ് ആ ഒരു റോയിൽ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, x is to 117 is to 15 is to y. ഇത് നോക്ക്, ഇവിടെ 9 9 തന്നിട്ടുണ്ട്. 9 വരാനുള്ള ചാൻസ് എങ്ങനെയാന്ന് നോക്ക്. 1 + 1 + 7, 7 + 1 8, 8 + 1 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 15 വരുന്നത് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും 15 വരുന്നുണ്ടോ? 9 + 1 10 + 5 15. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? 9 and 15 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. x is to 9 ഉം y is to 195 ഉം ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സർക്കുലർ ടേബിൾ ആണ് അല്ലെ? എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7. 7 പേരുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർക്കുലർ ടേബിൾ നമ്മൾ വരച്ചു. 7 പേര് മാർക്ക് ചെയ്തു. 1 2 3 4 5 6 7. ഇനി എന്ത് ചെയ്യാണ്? ഓൺലി 2 persons sit between A and M when counted from the right of A. അപ്പൊ A നമ്മൾ ഇവിടെ കൊടുത്തു. എയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ എയുടെയും എമ്മിന്റെയും ഇടയിൽ എത്ര പേരാ ഉള്ളത്? 2 പേര്. അപ്പോ 1 2 കഴിഞ്ഞ് ഇവിടെയാണ് M വരുന്നത്. ഓൺലി 3 persons sit between P and L when counted from the right of L. ഓക്കെ, എല്ലിന്റെ റൈറ്റിൽ നിന്നും കൗണ്ട് ചെയ്താല് 3 പേര്. അപ്പൊ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് നോക്കുക. എം സിറ്റ്സ് ഇമീഡിയറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് എൽ. എല്ലിന്റെ ഇമീഡിയറ്റ് റൈറ്റിലാണ് എം ഇരിക്കുന്നത്. അപ്പൊ എൽ ഇവിടെ ആയിരിക്കും. എല്ലിന്റെ ഇമീഡിയറ്റ് റൈറ്റിൽ എം ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം പിയുടെയും എല്ലിന്റെയും. എല്ലിന്റെ റൈറ്റ് സൈഡിൽ കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ പിയുടെയും എല്ലിന്റെയും ഇടയിൽ എത്ര പേരുണ്ട്? 3 പേര്. അപ്പൊ 1 2 3 കഴിഞ്ഞ് ഇവിടെയാണ് ആര് വരുന്നത്? പി വരുന്നത്. ഓക്കെ, ഇ സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജിയുടെ ഇമീഡിയറ്റ് റൈറ്റ്. അപ്പൊ ജി ഇവിടെ എഴുതിയാൽ ഇമീഡിയറ്റ് റൈറ്റ് ഇവിടെ ആരുമില്ല. ഇവിടെ ആണെങ്കിൽ ഇവിടെ ആരുണ്ട്? ഇമീഡിയറ്റ് റൈറ്റിന് ആളുണ്ട്. ഈ ഇവിടെ വരും. ഇനി നമുക്ക് ഏതാ ഉള്ളത്? ബി ആണ് ബാലൻസ് ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൂ സിറ്റ്സ് 4th to the right of B. ബിയുടെ റൈറ്റിൽ നിന്നും 4ാമത് 1 2 3 4 ആരായിരിക്കുന്നത്? ഇ ആണ് ബിയുടെ റൈറ്റിൽ നിന്നും 4ാമതായിട്ട് ഇരിക്കുന്ന ആള്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പിന്നെ പുറകിലേക്ക് വന്ന് പഴയ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതുകൂടെ ഫില്ല് ചെയ്തിട്ട് പോവുക. ഓക്കെ അല്ലേ? അടുത്തത് കോഡ് ലാംഗ്വേജിന്റെ കാര്യമാണ്. പേ ദ ടാക്സ് GCD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയൽ ടാക്സ് റിട്ടേൺ തന്നിട്ടുണ്ട്. കീപ് ദ ടാക്സ് ഫയൽ. അപ്പൊ 3ഇടത്തും നമുക്ക് കുറെ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ ഫയൽ ഇല്ല അല്ലെ? പേ ദ ടാക്സിൽ ഫയൽ ഇല്ല. ഇവിടെ ഫയൽ ടാക്സ് റിട്ടേൺ ഉണ്ട്. RI ZI SI. കീപ് ദ ടാക്സ് ഫയൽ. അതിൽ എന്താ ഉള്ളത്? QI SI GI ZI. അപ്പൊ ഇത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ZI ആണ് അല്ലെ കോമൺ ആയിട്ടുള്ളത്. SI കോമൺ ആയിട്ടുണ്ട്. പക്ഷെ SI എവിടെയും ഉണ്ട്? ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ഫയൽ ഇല്ല. അപ്പോ ഫയലിന്റെ വേർഡ് ഏതാണ്? ZI ആണ് ഫയലിന്റെ കോഡ് ലാംഗ്വേജ് എന്ന്
പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ 6. ഡി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു 18. എ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് 6. ബി എന്ന് പറഞ്ഞാൽ മൈനസ് 18. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 18 ഡിവൈഡഡ് ബൈ 6. 6 3s ആണ് അല്ലെ 8. അപ്പൊ നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു 18. ഇവിടെ 6 മൈനസ് 18 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 12 എന്ന് വരും. 3 ഇൻറ്റു 18 എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 3 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ 54 എന്നാണ് കിട്ടുക. 54 മൈനസ് 12 എന്ന് പറയുമ്പോൾ 4 മൈനസ് 2 2 എന്ന് വരും. 42 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ഓപ്ഷനിൽ 42 ഉണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്ക്. ഇവിടെ നമ്പേഴ്സ് തമ്മിലുള്ള അടുത്ത നമ്പർ ആണ് അല്ലെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ. ഇത് നോക്കി, ഈ നമ്പേഴ്സ് എന്താ സംഭവിച്ചിരിക്കണേ? റെഡ്യൂസ് ആയി വന്നിരിക്കുകയാണ് അല്ലെ. ഇങ്ങോട്ടേക്ക് വരും തോറും റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 433 ആൻഡ് 414 അവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 19 ആണ് വരുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? 414 376 അവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 38 ആണ്. 376 319 ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 7 5 57 എന്ന് വരും. then 319 243 എന്ന് പറയുമ്പോൾ 76. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? 19 ഇൻറ്റു 2 ആണ് 38. 19 ഇൻറ്റു 3 57. 19 ഇൻറ്റു 4 76. അപ്പൊ അടുത്തത് എന്താണ്? 19 ഇൻറ്റു 5 ആണ് വരിക. 95 എന്നാണ് വരിക അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? 243 മൈനസ് 95 ചെയ്യണം. 243 മൈനസ് 100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 143 വരും. 143യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 5 ആഡ് ചെയ്താൽ മതി അല്ലെ. നമുക്ക് 100 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു 5 ആഡ് ചെയ്യുക. 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 148 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താണ്? 148 ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ആൻസർ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ച് മൈനസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് TPVS. അപ്പൊ ഇവിടെ നോക്ക്, ഇതൊക്കെയാണ് വലിയ നമ്പേഴ്സ് അല്ലെ. അപ്പൊ L കഴിഞ്ഞ് LMNOPQRST എത്രയാണ്? +8 ആണ്. അതുപോലെ തന്നെയാണ് H കഴിഞ്ഞ് +8 വരുമ്പോഴാണ് എന്ത് വരുന്നത്? P വരുന്നത്. സെയിം വേ തന്നെയാണ് ഇവിടെയും ഒക്കെ വരുന്നത്. ഓരോ നമ്പേഴ്സും തമ്മിൽ എത്രയാണ്? 8 8 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? RNTQ താഴത്തെ നമ്പർ ആണ്, താഴത്തെ വേർഡ് ആണ് എന്ത് വരുന്നത്? ആഡ് ചെയ്യാൻ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. F +8 എത്രയാണെന്ന് നോക്കാം. FGHIJKLM N ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? Fന്റെ 2 എണ്ണം അല്ലാന്ന് മനസ്സിലായി, J ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? Jയും Fഉം രണ്ടിടത്തും ഒരുപോലെയാണ്. Iയും Lഉം നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ മതി. ഇവിടെ T, ഇത് നോക്കി, ഇവിടെയും T ഉണ്ട്. T വരികയാണെങ്കിൽ അവിടെ വരേണ്ട ലെറ്റർ ഏതാണ്? L ആണ്. അപ്പൊ പിന്നെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? JFLI എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ട മെത്തേഡ്, ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തേലുമൊക്കെ ഓരോ നുണുങ്ങ് ഐഡിയാസ് കിട്ടും. ആ കിട്ടുന്ന ഐഡിയാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് നോക്ക്, ഇവിടെ K ആണ് സ്റ്റാർട്ടിങ് അല്ലെ. എങ്ങനെയാ വരണേ? KLMNOP. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പാറ്റേൺ കിട്ടിയത്. ഈ പാറ്റേൺ തന്നെയാണോ അടുത്തതിൽ വരണേന്ന് നോക്കാം. ABCDEF. അപ്പൊ ഇത് രണ്ടും ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതാണ് പാറ്റേൺ എന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. GHIJKL. L വരേണ്ട അടുത്ത് M ആണ് വന്നിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. അടുത്തത് വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ വിടാം.
E F G H I എന്താണ് അത് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓഡ് വൺ ഔട്ട് ഇതാണ്. ഓക്കെ, ഇത് 3 എണ്ണം കറക്റ്റ് ആണ്, ഇത് ഒരെണ്ണമാണ് റോങ് ആയിട്ടുള്ളത്. സോ ഓഡ് വൺ ഔട്ട് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 7 persons facing north. അപ്പൊ നമ്മൾ 7 പേര് 1 2 3 4 5 6. ഇനി എന്താ ചെയ്യേണ്ടത്? ഓൺലി സെഡ് is sitting to the right of D. ഡിയുടെ റൈറ്റ് സൈഡിലായിട്ട് സെഡ് മാത്രമേ ഉള്ളൂ. ഓൺലി 3 persons are sitting to the left of A. എയുടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരുണ്ട്? 3 പേരാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ 3 അടുത്ത് എന്ത് കിട്ടി? ഇവിടെ സോറി, ഇവിടെ എ അല്ല, ഞാൻ ഇട്ടത് മാറിപ്പോയി. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. 2 3 4 5 6 7. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഡിയുടെ റൈറ്റ് സൈഡില് സെഡ് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? എയുടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരേ ഉള്ളൂ? 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ എയുടെയും പൊസിഷൻ കിട്ടി. ഓൺലി 3 persons are sitting between D and L. ഡിയുടെയും എല്ലിന്റെയും ഇടയിൽ എത്ര പേരാ ഉള്ളത്? 3 പേരാണുള്ളത്. Y is sitting somewhere to the right of B. ബിയുടെ റൈറ്റിൽ എവിടെയോ ആണ് ആരിയ്ക്കുന്നത്? Y ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകിൽ ബി ഇവിടെ കൊടുത്തിട്ട് ഇവിടെ y കൊടുക്കാം, അല്ലെങ്കിൽ ബി ഇവിടെ കൊടുത്തിട്ട് y ഇവിടെയോ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് ബി ഇവിടെ കൊടുക്കുകയാണ്, y ഇവിടെ കൊടുക്കുകയാണ്, x ഇവിടെയും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് എക്സ്. ബിയുടെയും എക്സിന്റെയും ഇടയിൽ എത്ര പേരാണുള്ളത്? 3 പേരാണ് ബിയുടെയും എക്സിന്റെയും ഇടയിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താണ്? പി ഇൻറ്റു ക്യൂ. ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫാദർ ആണ് അല്ലെ? പി ഇസ് ദ ഫാദർ ഓഫ് ക്യൂ. ക്യൂവിന്റെ അച്ഛനാണ് പി എന്ന് പറയുന്നത്. സോ പി മെയിൽ ആണെന്ന് മനസ്സിലായി. ഇനി ക്യൂ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാല് ക്യൂ ഇസ് ദ സിസ്റ്റർ ഓഫ് ആർ. അപ്പൊ ക്യൂ ആരാണ്? ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആർ മൈനസ് എസ് എന്ന് പറഞ്ഞാല് ആർ ഇസ് ദ വൈഫ് ഓഫ് എസ്. അപ്പൊ ആറും എന്താണെന്ന് മനസ്സിലായി? ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. എസ് മെയിൽ ആണെന്ന് മനസ്സിലായി. ഇൻറ്റു ടി എന്ന് പറഞ്ഞാല് എസിന്റെ ആരാണ്? എസിന്റെ ഫാദർ ആണ്. ആര്? എസ് ഇസ് ദ ഫാദർ ഓഫ് ടി. ടിയുടെ ഫാദർ ആണ് എസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ആൻഡ് ടി തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ പിയുടെ മകളുടെ കുട്ടി. അപ്പൊ എന്താണ്? മദേഴ്സ് ഫാദർ. പി ഈസ് ടീസ് മദേഴ്സ് ഫാദർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ TCS മാറിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതെല്ലാം. ഇനി വരുന്ന എക്സാംസിനും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. NTPCക്കും ഗ്രൂപ്പ് ഡിക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ നമ്മളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.